അങ്ങനെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഓരോ കപ്പ് ചായയിൽ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും മിസ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ വാതിൽ തുറക്കാനായിട്ട് പോയപ്പോൾ വാതിലിൻ്റെ കുറുകെ മിഷ്യൻ കിടക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഭയങ്കര മഴയും ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വന്ന് മിഷ്യൻ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മിഷ്യൻ കറങ്ങുന്നില്ല. അപ്പോൾ മോട്ടർ കംപ്ലൈൻ്റ് ആയോ എന്നറിയാൻ വേണ്ടി ഒന്ന് നേരിട്ട് കൊടുത്തു നോക്കിയതാണ്. വേറെ കോഡ് വയറിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയോ എന്നറിയാൻ വേണ്ടി ഒന്ന് നേരിട്ട് കൊടുത്തപ്പോൾ മോട്ടറിന് പ്രശ്നമൊന്നുമില്ല, മെഷീൻ കറങ്ങുന്നുണ്ട്. അങ്ങനെ സമാധാനമായി. ഇല്ലെങ്കിൽ പിന്നെ അത് മാറ്റേണ്ടി വന്നനെ. അങ്ങനെ മെഷീൻ പിടിച്ച് പഴയതുപോലെ അങ്ങോട്ട് നീക്കിയിട്ടിട്ട് വാതിൽ തുറന്നിട്ടുണ്ട്. ആ സൂര്യനെയൊക്കെ നന്നായിട്ട് ഉദിച്ച് നല്ല വെട്ടമെല്ലാം വീടിൻ്റെ അകത്തേക്ക് തന്നെ വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ തന്നെ വെട്ടമെല്ലാം നേരെ വീട്ടിലേക്കാണ് വരുന്നത്. അത് നല്ലൊരു സുഖമുള്ള ഏർപ്പാടാണ്. രാവിലത്തെ വെട്ടമെല്ലാം നമുക്ക് കിട്ടും. പിന്നെ മുറ്റം കാണുമ്പോൾ ആകെയുള്ളൊരു സങ്കടം എന്തെന്ന് വെച്ചാൽ, ഞാൻ കഷ്ടപ്പെട്ടെന്നല്ല മുറ്റം തൂത്തിരുന്നതിന് ഒരാഴ്ചത്തേക്ക് തൂക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് മഴ പെയ്തത്. അങ്ങനെ മുറ്റമെല്ലാം മുടിഞ്ഞു വാരി കിടക്കുന്നു. അങ്ങനെ ചായയോടി കഴിഞ്ഞിട്ട് ഞാൻ ഇക്കായം കൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ റബ്ബർ മുറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വിറവ് അവർ ഇന്നലെ വന്ന് എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ ബാക്കി ഒരു വലിയ കഷ്ണം അവിടെ കിടന്നു. അതെടുക്കാൻ വേണ്ടി ഞാൻ ഇക്കായെ വിളിച്ചുകൊണ്ട് റോഡിലോട്ട് പോയതാണ്. അപ്പോൾ ഇന്നലെ റബ്ബർ വെട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് മഴ പെയ്ത കാരണം ചിരട്ടയിലെല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ആ വിറവെല്ലാം എടുത്തു. പിന്നെ ഇതൊക്കെ കാറ്റത്ത് ഒടിഞ്ഞു വീണ വിറവുകളാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കറി ഉണ്ടായിരുന്നു. അത് ചൂടാകാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഈ കറി ഉണ്ടായിരുന്ന കാരണം ഇന്ന് രാവിലെ കറിയൊന്നും ഉണ്ടാക്കണ്ട. പിന്നെ ഇപ്പോൾ ലൈൻ പൈപ്പിൽ വെള്ളം വരുന്നില്ല. അതുകൊണ്ട് അടുക്കളയിലത്തേക്കൊക്കെ ഉള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് വരണം. അപ്പോൾ രാവിലെ വെള്ളമൊക്കെ കോരിക്കൊണ്ട് വെച്ച് തരുന്നുണ്ട്. അടുക്കളയിലത്തേക്കുള്ള കഴുകാനുള്ള വെള്ളവും പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളവും ഒക്കെ കൊണ്ടുവച്ച് തരുന്നുണ്ട്. പിന്നെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹിക്കാക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിക്ക അപ്പം എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്ന് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ രാവിലെ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളവും കൂടി എടുത്തുകൊണ്ട് വന്നു. അതും ബക്കറ്റിലാക്കി വെച്ച് തന്നു. മിസ്രിയുടെ ഉസ്താദിൻ്റെ വീട് കൊല്ലത്താണ്. അവിടെ കുറച്ച് പണിയുണ്ട്. അത് നോക്കാൻ പോകണം 8 മണിക്കെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്ക പോകാൻ നിൽക്കുന്നത്. ഇന്ന് ജോലി ഇല്ലായിരുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക പോയി. 8 മണിയൊക്കെ ആയപ്പോൾ ഇക്ക പോയി. അപ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം പണിക്കാരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ പാർലേജ് ബിസ്ക്കറ്റ് കടയിൽ കിട്ടുന്നില്ല. പാർലേജ് നിർത്തലാക്കിയോ എന്തോ അറിയാൻ വയ്യ. അങ്ങനെ ഇപ്പോൾ ടൈഗർ ബിസ്ക്കറ്റാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ നമ്മുടെ തടിയമ്പൂച്ചി ടൈഗർ ബിസ്ക്കറ്റിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചു. കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. അവനെ എങ്ങനെ നൈസിനങ്ങ് ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ജോലിയിലേക്കൊക്കെ കടന്നു. അടുപ്പ് കത്തിച്ചു ചോറ് വയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ ടാങ്കിൽ വെള്ളം ഇല്ലാത്ത കാരണം പല്ല് തേക്കാനൊക്കെ കിണറ്റിനടുത്തേക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു. മിസ്രിയ ഉറങ്ങുമായിരുന്നു. മിസ്രിയായി വന്ന് വിളിച്ചുണർത്തി. എൻ്റെ കൂടെ പല്ല് തേക്കാൻ വന്നാൽ വെള്ളം കോരിത്തരാമെന്നൊക്കെ പറഞ്ഞു. അവളെയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ കിണറ്റിനടുത്തേക്ക് പോയി. നോമ്പിന് കിണർ ഇറച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കലകലായിരുന്ന കാരണം കിണർ ഇറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെളിയൊക്കെ മാറി ഇപ്പം കുറച്ച് തെളിഞ്ഞ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. ഇക്കതാ സാരി വെച്ച് ഇത്രയും നന്നായിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും പൊടിയൊക്കെ വീഴും. കരിവണ്ടും പൊടിയും ഒക്കെ ഉണ്ട്. അതൊക്കെ വന്ന് വീഴുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പല്ലിയപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ തെങ്ങുമൂട്ടോട്ട് പോയി. ഇന്നലെ മഴയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ കുറേ തേങ്ങ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഒന്നും താഴോട്ട് വീഴുന്നില്ല. ഞാൻ വല്ല തേങ്ങയും കാണാൻ താഴെ വീണ് കിടക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് തെങ്ങുമുട്ടൊക്കെ പോയി നോക്കി. പക്ഷേ ഒരു തേങ്ങയും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി നോക്കി. അപ്പോൾ മിസ്സിരിയ ഇന്ന് എടുത്തത് ബ്രെഡും ചിക്കൻ കറിയാണ്. ഞാൻ അപ്പവുമാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് കോഴിക്ക് തീറ്റയിടാനായിട്ട് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ കുഞ്ഞുമ പറഞ്ഞു ഗ്യാസ് പുതുക്കാൻ ഞങ്ങളിതുവരെ പോയിട്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് അതിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സിരിയെ ഞാൻ അവിടെ നിർത്തിയിട്ട് നേരെ വന്നു. റെഡിയായി. വീടൊക്കെ അടച്ചു. എൻ്റെ ബാഗൊക്കെ എടുത്തു. വീടും പൂട്ടി ഞാൻ ഇറങ്ങി. നേരെ കുഞ്ഞുമാടെ വീട്ടിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഹാഫു റെഡിയായി സുന്ദരകുടനായിട്ട് നിപ്പുണ്ടായിരുന്നു. അയ്യോ എന്തൊരു ചിരി. സുന്ദരായിട്ടാ. എടുക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഗ്യാസിൻ്റെ ഓഫീസിലെത്തി. ഇവിടെ വന്നപ്പോൾ സാമാന്യം കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തു.
11 മണിക്ക് പോയ ഞങ്ങൾ തിരിച്ച് 2 മണിയായപ്പോഴാണ് വീട്ടിൽ വന്നത്. ഞാൻ വന്ന് കയറിയ ടൈം ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു. ഉസ്താദിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിയെന്ന് പറഞ്ഞ് നല്ല വിയർത്ത് ഷർട്ടൊക്കെ തുറന്നിട്ടുകൊണ്ടാണ് ആൾ വന്നത്. ഞാൻ വന്ന പാടെ ഫാനും ഇട്ട് കയറിയൊക്കെ കിടന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് ചോറ് കഴിച്ചത്. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ചു, മുട്ടയും അച്ചാറും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചോറിന്. വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ നല്ല ചൂട് കാലാവസ്ഥയായിരുന്നു. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ട് മഴ കിട്ടി. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, മിന്നലും ഉണ്ടായിരുന്നു. കൂടാതെ ഇന്നലെ നല്ല ആലിപ്പഴം വീഴ്ചയുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ആലിപ്പഴം കാണുന്നത്. അങ്ങനെ മിന്നലൊന്നും വക വയ്ക്കാതെ ഞാൻ ഇറങ്ങി ആലിപ്പഴം പറക്കി. പിന്നെ ഇടിമിന്നലൊക്കെ ഒന്ന് മാറി വൈകുന്നേരം രാത്രിയായപ്പോൾ ഞാൻ മിസ്സിരിയാക്ക് ഒരു നിസ്കാര കുപ്പായം തയ്ക്കുവാണ്. ഞാനിത് ഏകദേശം ഒരു 2 മാസത്തോളമായി ഈ തുണി വാങ്ങിച്ച് വെച്ചിട്ട്. എൻ്റെ കുട്ടി പറയുന്നു ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നടന്നില്ല. അങ്ങനെ ഇന്ന് എന്തായാലും ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ ഞാൻ അതിരുന്നങ്ങ് തയ്ച്ചു. എന്തായാലും അവിടെ ഒന്ന് തിരിഞ്ഞ് നോക്കടേ. ശരിയായ? ഓ, ഇപ്പം നിന്റെ കൈ വെക്കുമ്പോൾ കാലും കാണാം. അപ്പം സോക്സ് ഇടാം. ഇപ്പം സന്തോഷമായ? ഇനി കൈ കുറച്ചും കൂടെ അതടിച്ചു തരാം, ഇലാസ്റ്റിക് വെച്ച് തരാം. ഊരങ്ങോട്ട് മാക്രി. ഓ ശരി. അപ്പൊ അതിന്റെ കൈയുടെ വണ്ണം അടിക്കണ്ടേ? അവിടെ ഇലാസ്റ്റിക് വെക്കണം. ഊര് ഇപ്പൊ ഊര്. ഞാൻ ഇലാസ്റ്റിക് വെച്ച് നോക്കട്ടെ. ഇലാസ്റ്റിക് ഒക്കെ വെച്ചു അകത്ത്. പിന്നെ ഇക്കാക്കൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളതിന് മുന്നേ പാൽ ചായ ഇട്ട് കുടിച്ചിരുന്നു. അപ്പോൾ ഇക്കാക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇക്ക സ്കരിച്ചിട്ടൊക്കെ ഇരുന്നപ്പോൾ കട്ടൻ ചായ ചോദിച്ചു. അങ്ങനെ ഞാൻ കട്ടൻ ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. അപ്പോൾ ദാ മിസ്സിരി അവിടെ ഇരുന്ന് ഓതുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ നീലും കുറേ ആയപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു ഞങ്ങൾ കിടന്ന് ഉറങ്ങി.